ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അതുപോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, ഞാനും ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു റംസാൻ സ്പെഷ്യലായ ചിക്കൻ മക്രോണിയുടെ ഒരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സ്പൈസി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന്റെ റെസിപ്പി ആയിരുന്നു ഞാൻ ടേസ്റ്റ് ടൈമിൽ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചിക്കൻ ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്തതാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. നമുക്കത് വേവിച്ചിട്ട് പിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട്, ചിക്കന് പെട്ടെന്ന് വേവുമല്ലോ, ഒന്നൊരു 2 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ ചിക്കന് വെന്ത് കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കൻ അവിടെ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മക്രോണി കേക്കാണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പം 250 ml 1 കപ്പ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മക്രോണി പെട്ടെന്ന് വേവും. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മക്രോണി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സവാള ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 സവാള വരെ എടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് മറ്റ് റെസിപ്പി പോലെ നമ്മുടെ സവാളൻ്റെ കളർ ചേഞ്ച് ആവൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള 3 പച്ചമുളക്. അപ്പം ഇതൊട്ടും എരിവില്ലാത്തൊരു പച്ചമുളകാണ്. നമ്മൾ കുട്ടികളൊന്നും ഇത് കഴിക്കുമ്പോൾ കടിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് നമ്മുടെ ചിക്കൻ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് എല്ലുകളൊക്കെ മാറ്റി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് പിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. കൈ ഉപയോഗിച്ചിട്ട് കുറച്ചൊരു കടിക്കാൻ പാകത്തിൽ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാം, പിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ചിക്കനിലും നമ്മൾ ഉപ്പിട്ടതാണ്. എല്ലാം കൂടെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. കൂടുതൽ സ്പൈസി അല്ലാത്ത ഒരു ചെറിയ ഒരു മസാലയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം. അടുത്തത് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 6 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനുള്ള ആ ഒരു സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് ഇത് ഈസിയാണ് കേട്ടോ സംഭവം. ഓരോ സ്റ്റെപ്പും നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് മക്രോണിയൊക്കെ വേവിച്ചാൽ മതി. ഇനി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. നമ്മൾക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഇടുമ്പോൾ എല്ലാത്തിലും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്രോണി വേവിക്കുമ്പോഴും ഉപ്പിട്ടു, അതുപോലെ തന്നെ ചിക്കനിലൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഊറ്റി വെച്ച ആ മക്രോണിയും അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം നമുക്കിതിൽ ഉപ്പ് നോക്കാം, അതുപോലെ തന്നെ എരിവൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ചിക്കനും മക്രോണിയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ആക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ്, നല്ല ചുവട് കട്ടിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. നമ്മൾക്ക് ഇത് വിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മക്രോണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അടിയിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇത് റെഡി ആയോ എന്നറിയാൻ നമുക്ക് ഈ ജസ്റ്റ് നമ്മളെ പാത്രം ഒന്ന് ചെരിച്ചു കൊടുത്താൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. നമ്മളെല്ലാതും ഇതിൽ കുക്കായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ, പിന്നെ ആ എഗ്ഗുമായിട്ട് ഒന്ന് യോജിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് മറ്റേ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മറിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ കേക്കിൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മളെ മക്രോണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ പാനിന് കുറച്ച് വട്ടം കൂടുതലായതുകൊണ്ട് അത്ര ഹൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള പാനൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊരു കേക്കിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.